കേരള കോൺഗ്രസ് നേതാവ് തോമസ് ഉണ്ണിയാടൻ ഇവിടെയുണ്ട്. അദ്ദേഹം നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കും. മൈക്കോട് ഈ മൈക്ക് ഇവിടെ തോമസ് ഉണ്ണിയാടൻ UDF നേതാവ്, കേരള കോൺഗ്രസ് നേതാവ്. ഒരു മിനിറ്റ് അടിക്കും. ഒറ്റ മിനിറ്റ്. പ്രിയപ്പെട്ട വിശ്വനാഥ് MLA, പ്രിയപ്പെട്ട സിദ്ദിഖ് MLA, പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ചെറിയൊരു വിജയമായിരിക്കില്ല. 20,000-ലപ്പുറം വോട്ടിന് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്ന വലിയ നില പ്രഖ്യാപനവുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നൂറുകണക്കിനായിട്ടുള്ള സംഘടനന്മാർ ഇവിടെ ആവേശത്തോടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. 23-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ നിലമ്പൂരിന്റെ MLA നിയമസഭയിലേക്ക് കാലുവെച്ച് കയറുന്ന MLA ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അതിശക്തമായ മുന്നേറ്റമാണ് നിലമ്പൂരിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും, എവിടെ തിരിഞ്ഞു നോക്കിയാലും ആര്യാടൻ ഷൗക്കത്തിന്റെ അലയടികൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഒട്ടനവധിയായിട്ടുള്ള സഹപ്രവർത്തകർ, സഹോദരിമാർ, സഹോദരന്മാർ ആവേശത്തോടെ വിളിക്കുന്നു. നിലമ്പൂരിന്റെ MLA, നിലമ്പൂരിന്റെ പ്രിയപ്പെട്ട പുത്രൻ ആര്യാടൻ ഷൗക്കത്താണെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരുടെയും ആവേശത്തോടെ ഇവിടെയുള്ള നിങ്ങളുടെ മുന്നേറ്റത്തെ കൊണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിനെ നമുക്ക് വിജയിപ്പിക്കണം. അതിനായി നമുക്ക് എല്ലാവർക്കും കൈയടയാളത്തിൽ, ഐശ്വര്യത്തിനുമായ കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയോടപ്പെടുത്തിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട PRM, പ്രിയപ്പെട്ടവരെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐതിഹാസികമായ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്കരനായ ബാപ്പുട്ടിക്ക് നിങ്ങളുടെ ഏവരുടെയും വർദ്ധിച്ച വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന വിനയപരിസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും കൊള്ളയുടെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിൽ നമ്മൾ ജയിച്ചാൽ അടുത്ത കൊല്ലം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി ഭരണം തിരിച്ചുപിടിക്കുന്നതിന്റെ നാദിയായി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ പോവുകയാണ്. നമ്മൾ അധികാരത്തിൽ വന്നാൽ ഇന്നലകളിൽ നമ്മൾ ഉന്നയിച്ച മുഴുവൻ അഴിമതി കഥകളെയും ഞങ്ങൾ പുറത്ത് മാന്തിയെടുത്ത് പിണറായിക്കും കുടുംബത്തിനും മാപ്പ് പറയുന്ന തരത്തിലേക്ക്, കണക്ക് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഓരോ പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ബൂത്തുകൾ ഇറങ്ങി ഓരോ വോട്ടും കൈപ്പറ്റിക്ക് നമ്മുടെ പ്രിയങ്കരനായ മാപ്പുട്ടിക്ക് നൽകി വൻപിച്ച ഭൂരിപക്ഷത്തിൽ 15,000 കടന്നു പോകുന്ന ഭൂരിപക്ഷം വിജയിപ്പിച്ച് നിലമ്പൂരിലൂടെ കേരളം തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പണിയെടുക്കണമെന്ന് വലിയ പരിസരം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.